ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ഹാർഡ്കോറുമായിട്ടാണ് ഗായ്സ്. അപ്പോൾ ഗായ്സ്, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു ചെറിയ പൊട്ടാറ്റോ ഫാമും പിന്നെ ഒരു ഷുഗർ കെയിൻ ഫാമും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ബേസ് പണിയാൻ വേണ്ടിയിട്ടാണ്. ഇവിടെയായിട്ടാണ് ഗായ്സ് നമ്മൾ ബേസ് പണിയാൻ വേണ്ടി പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വെക്കണം. സോ അതിന് ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ആദ്യമേ തന്നെ ഉണ്ടാക്കണം. കുറച്ച് കോബിൾ സ്റ്റോണിൻ്റെ ആവശ്യമുണ്ടേ. വേറെ ബ്ലോക്ക് പെട്ടിക നോക്കട്ടെ. ഗൈസ്, നമ്മളിവിടെ ആയിട്ടാണ് കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം നമ്മുടെ തൽക്കാലം ഇവിടെ ഒരു ബ്ലോക്ക് വെക്കാം. എന്നാൽ ഒരിത് ഇവിടെ ഒരു ബക്കറ്റ് വെള്ളം ഇവിടെ പൊട്ടിച്ച് വർക്കാവേണ്ടതാണ്. ടെസ്റ്റ് നോക്കട്ടെ. ഓക്കെ, സക്സസ്ഫുള്ളി നമ്മുടെ കോബിൾ സ്റ്റോൺ ജനറേറ്റർ വർക്കാവുന്നുണ്ട്. ചിലതൊക്കെ ഈ ലാബിലേക്കും പോകും, കണ്ടോ? ഓക്കെ, അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഏരിയ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം. ഞാൻ ഇതിൻ്റെ അകത്താണ്. അപ്പം ഒരു ശവലുണ്ടാക്കട്ടെ. പിന്നൊരു ഇതാണ്. ഗൈസ്, ഞാൻ ഈ ഏരിയ അങ്ങ് ക്ലിയർ ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, നമ്മൾ ഈ ബേസ് ഉണ്ടാക്കാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്കും ഒരു ദിവസം കഴിയാറായി. ഞാൻ കുറച്ച് ലോഗ് സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് കോളൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ടോർച്ച് ഉണ്ടാക്കാൻ വേണ്ടി. അയ്യോ, അറിയാതെ അങ്ങനെ അടിച്ച് കോളം കണ്ടില്ലല്ലോ അല്ലേ. കിടന്നേക്കാം. ഗൈസ്, ഇനിയിപ്പം ഈ ഏരിയ അങ്ങ് ഫുള്ള് ക്ലിയർ ചെയ്തെടുക്കണം. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ വില്ലേജർമാരെല്ലാം കൂടെ കയറി അങ്ങോട്ടേക്ക് വരും. അപ്പം എനിക്ക് നല്ല ഡിസ്റ്റർബൻസോ. അപ്പം ആ പിക്കാക്സ് കൂട്ടി ഒരു വുഡൻ പിക്കാക്സ് അല്ല, സ്റ്റോൺ പിക്കാക്സ് ഉണ്ടാക്കാം നമുക്ക്. കുറച്ച് സ്റ്റിക്ക്, കുറച്ച് ടോർച്ച്, ഒരു പിക്കാക്സ്. ഓക്കെ ഗൈസ്, ഇനിയിപ്പം ഞാനിതെല്ലാം അങ്ങ് വെട്ടി മാറ്റട്ടെ, എന്നിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, അപ്പം നമ്മൾ കുഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ഗ്ലാസ് വേണം. ഗ്ലാസ്സിന് കുറച്ച് സാൻഡ് വേണം. ഓക്കെ, ഇതൊക്കെ തന്നെ ധാരാളം.
അപ്പോൾ ഇത് സ്മെൽറ്റ് ചെയ്യാൻ വയ്ക്കുക. ഇത് അടുത്ത വാണ്ടറിങ് ട്രേഡർ. ഗൈസ് ഇതൊക്കെ ഒന്ന് സ്മെൽറ്റ് ആവട്ടെ, എന്നിട്ട് ഇതൊക്കെ എടുത്ത് ഇവിടെ വെക്കാം, എന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഈ ഗ്ലാസ് സ്മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് സ്ലാബൊക്കെ എടുത്ത് വെച്ചായിരുന്നു ഇവിടെ. ഇനിയിപ്പോൾ ഇവിടെയും കോബിൾ സ്റ്റോണും വെക്കണം, പിന്നെ ഗ്ലാസ്സും ആക്കണം. കോബിൾ സ്റ്റോൺ പോരട്ടെ. ഓക്കെ, നമ്മളിതും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഈ വരി ഗ്ലാസ് ഇവിടെ അങ്ങോട്ട് വെക്കണം. 1 2. ഓക്കെ, നമ്മളിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഡോറും വെക്കണം. ഡോറ് ഓക്കെ കിട്ടി. കുറച്ച് ഡോറും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഈ സ്റ്റോൺ പിക്കാക്സ് ഞാനിവിടെ വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അങ്ങനെ ഒരു ചെറിയ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സൈഡിൽ ഫുള്ളും ഇത് വരുന്ന എപ്പിസോഡുകളിൽ സൈഡിൽ ഫുള്ളും പ്ലാങ്കും ഈ താഴത്തെ ഈ ഫ്ലോറില്ലേ ഇത് ഫുള്ളും കോബിൾ സ്റ്റോണും ആക്കാൻ. ഇപ്പം അവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ഇങ്ങോട്ടേക്ക് വെക്കണം. എൻ്റെ കയ്യിൽ വുഡില്ല. ഇപ്പം വില്ലേജറിൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എടുക്കാം നമുക്ക്. പക്ഷെ ഇടയ്ക്ക് ഈ വില്ലേജർമാരൊക്കെ ഇല്ലേ, പിന്നെ നമ്മുടെ ബേസിലേക്ക് കയറി വരുമായിരിക്കും. ഇവന്മാരെ തുറന്നു വിട്ടേക്കുമല്ലോ, അതുകൊണ്ട് മറ്റേ വില്ലേജറിൻ്റെ വീട് ഇപ്പം അടുത്ത ദിവസം കഴിഞ്ഞു. ഓക്കെ, കുറച്ച് പ്ലാങ്കൊക്കെ എടുത്തിട്ടുണ്ട്. ലോഗ് അപ്പം ഇനി ഒരു ചെസ്റ്റൊക്കെ ഉണ്ടാക്കി അതിനകത്തേക്ക് വെച്ചിട്ട് എല്ലാ സാധനങ്ങളും കയറ്റണം. ഇത്ര സമയം കിട്ടുന്നത് അയ്യോ, അറിയാതെ എപ്പോൾ നോക്കിയാലും ഞാൻ ഈ വില്ലേജറിനെ അടിക്കുക. എങ്ങനെ പോയാൽ ഇവൻ എൻ്റെ കൈ കൊണ്ട് ചാവും, ഉറപ്പാ. അതുകൊണ്ടേ കണ്ടവന്മാരെല്ലാം എൻ്റെ ബേസിലേക്ക് കയറി ഇറങ്ങും. ഓക്കെ, ഇപ്പം ഫുള്ളും നമുക്ക് പ്ലാങ്കാക്കി എടുക്കാം. ഞാൻ 2 ഡബിൾ ചെസ്റ്റാണ് യൂസ് ഉണ്ടാക്കാൻ ഇരിക്കുന്നത്. ഒരെണ്ണത്തിനകത്ത് പ്രീഷ്യസ് ആയിട്ടുള്ള ഐറ്റംസ്, പിന്നെ ഹോർസും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. 3 ഒരു പെട്ടി ഇവിടെ ഉണ്ട്, അതുകൊണ്ട് 3 ഉണ്ടാക്കിയാൽ മതി. ഇവിടെ നമുക്ക് മറ്റേ പെട്ടി വെക്കണം. പിന്നെ ഇത് സാധാരണ സാധനങ്ങൾ, ഇത് നമ്മുടെ പ്രീഷ്യസ് പെട്ടി. അപ്പോൾ ഇതിനകത്തേക്ക് എടുക്കട്ടെ. പിന്നെ ഞാനിവിടെ ഈ സ്ലാബ് വെക്കുന്ന സമയത്ത്
കുറച്ച് ഇതൊക്കെ കിട്ടിയായിരുന്നു, കോളും കോപ്പറും. അപ്പം കോബിൾ സ്റ്റോൺ സീഡ് ഫുഡ് ആയിരിക്കട്ടെ. കുറച്ച് സ്ലാബുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ആ പെട്ടി ഒട്ടിച്ച് ഇവിടെ കൊണ്ടുവന്ന് നോക്കണം ഗൈസ്. പിന്നെ നമ്മുടെ ഈ പൊട്ടാറ്റോയും ഷുഗർ കെയിനൊക്കെ വളർന്നിട്ടുണ്ട് ഈ സമയം കൊണ്ട്. എല്ലാം കയറിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഇതിനകത്തേക്ക് പോർക്ക് ചോപ്പ് ഇവിടെ ലെതർ ഇവിടെ ഇരിക്കട്ടെ. ആൻഡ് ബോട്ട് മിക്സി ഇവിടെ, ബക്കറ്റ് ഇവിടെ, ഇവിടെ ബ്ലോക്ക് ഇവിടെ, ഗോൾഡ് നമുക്ക് വേണ്ട. പിന്നെ ഇത് മട്ടൺ ഇവിടെ, ഒരു ഡർട്ട് ഇവിടെ, സീഡ് ഇവിടെ, ഫ്ലിൻറ്റ് ഇവിടെ, ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ ഇവിടെ. ഇപ്പം ബാക്കിയുള്ളത് ഇവിടെ. ഇത് മാറ്റാം. പിന്നെ ഈ സാൻഡും കൂടെ ഈ പെട്ടിയിൽ വരും. ഓക്കെ, അപ്പം നമ്മുടെ ഇത് 21 ഗോൾഡ്, 24 കോള്, പിന്നെ 28 കോപ്പറും. ഓക്കെ, അപ്പോൾ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫർണേസ്, ബെഡ്, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും കൂടെ വെച്ച നമ്മുടെ ഒരു ബേസ് സെറ്റായിട്ടുണ്ട്. അല്ല, ഈ ബെഡ് ഇവിടെ ഇരിക്കട്ടെ, ഞാൻ വേറെ ബെഡ് ഉണ്ടാക്കിക്കോളാം. അല്ലെങ്കിൽ വില്ലേജർമാർ മറ്റേ 11 ബ്ലാസ്റ്റ് ഫർണേസിൻ്റെ 11 വന്ന് എന്താ എങ്ങാനും ആ ബെഡിൽ കയറി കിടന്നിട്ട് ഞാൻ അറിയാതെ അവനെ അടിക്കും. പിന്നെ കളി കാര്യം. 2 ഫർണേഴ്സ് കൂടെ വെച്ചിട്ടുണ്ട്. പ്ലാങ്ക് വെട്ടിക്കകത്താണല്ലോ അല്ലേ. ഓക്കെ, ഇനിയിപ്പോൾ ഈ ബെഡും കൂടെ വെച്ച ബേസിൻ്റെ പണി കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മുടെ ബേസിൻ്റെ പണി ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.